ഹായ് ഫ്രണ്ട്സ്, ഇറ്റ്സ് മീ വീണ. ഇന്നത്തെ എന്റെ ഡെയിലി വ്ലോഗിലേക്ക് ഏവർക്കും സ്വാഗതം. സമയം ഇപ്പോൾ ഒരു 8:45 ആയിട്ടുണ്ട്. നമ്മൾ ഈ സമയത്ത് എങ്ങോട്ടാന്നല്ലേ, നമുക്കൊരു ബർത്ത്ഡേ ഫംഗ്ഷൻ ഉണ്ട് കേട്ടോ. അപ്പോൾ നമ്മൾ അതിന് പോകാൻ വേണ്ടിയിട്ടുള്ള ഒരു ഒരുക്കത്തിലല്ല, ഒരുങ്ങി നിൽക്കുവാണെങ്കിൽ നമുക്ക് അങ്ങോട്ട് പോകാം. ഫംഗ്ഷൻ ഒരു 11 മണി വരെ ഉണ്ടെന്ന് പറഞ്ഞിട്ടാണ് കേട്ടോ നമ്മൾ ഈ സമയത്ത് ഇറങ്ങിയത്. അത് മാത്രമല്ല അമ്മയ്ക്കൊന്നും വയ്യായിരുന്നു. അങ്ങനെ ഞങ്ങൾ ഒരുങ്ങി ഇവിടെ എത്തിയിട്ടോ. നമ്മൾ അല്പം താമസം, അല്പമല്ല ഒരുപാടേറെ താമസിച്ചുകൊണ്ട് തന്നെ കേക്ക് കട്ടിംഗ് ഒക്കെ മുന്നിൽ കഴിഞ്ഞായിരുന്നേ. ഇതാണ് കേട്ടോ നമ്മുടെ ബർത്ത്ഡേ ബോയ്. ഇതാണ് കേട്ടോ ദേവു ചേച്ചി. അപ്പോൾ അവരൊക്കെ ആയിട്ട് സംസാരിക്കായിരുന്നേ. പിന്നെ ചേച്ചിയുടെ അനിയത്തി ഉണ്ടായിരുന്നു കേട്ടോ കൂടെ, സുജി. പ്രഗ്നന്റ് ആണ് കേട്ടോ ആള്. ഇവരൊക്കെ ഞാൻ എന്റെ കുഞ്ഞുനാൾ മുതൽ കാണുന്നതാണ് കേട്ടോ. പിന്നെ ഇവരെ കേട്ട് നിന്ന് കുറച്ച് വർത്താനങ്ങളൊക്കെ ഞങ്ങൾ പറയായിരുന്നു കേട്ടോ. അല്ലെങ്കിൽ കണ്ട് നമുക്ക് വർത്താനം പറയണല്ലോ. നിങ്ങൾ കുഞ്ഞുമണി ഇട്ടേക്കുന്ന ഉടുപ്പുണ്ട്. കുഞ്ഞുമണിയുടെ ഫസ്റ്റ് ബർത്ത്ഡേക്ക് നമ്മൾ തയ്പ്പിച്ചെടുത്ത ഉടുപ്പാണ് കേട്ടോ. കുഞ്ഞുമണിക്ക് ഈ ഉടുപ്പ് വേണമെന്ന് പറഞ്ഞുകൊണ്ട് നമ്മൾ ഇട്ട് കൊടുത്തതാണ്. അനിയത്തിയൊന്നും ഇല്ലായിരുന്നു കേട്ടോ. ഇന്ന് മൂത്തനിയൻ രോഹിത്തും പിന്നെ അമ്മ, ഞാൻ, കുഞ്ഞുമണിയും കൂടെ ആണ് കേട്ടോ നമ്മൾ വന്നിട്ടുണ്ടായിരുന്നത്. ഞങ്ങൾ ഇവിടെ എത്തിയപ്പോഴത്തേക്കും തന്നെ ഒരു 10 മണി ആയിട്ടുണ്ടായിരുന്നെന്ന് തോന്നുന്നു. അപ്പോഴത്തേക്കും തന്നെ ആൾക്കാരൊക്കെ പോയിട്ടുണ്ടായിരുന്നു കേട്ടോ. കാരണം നമ്മളാണ് ബർത്ത്ഡേ ഫംഗ്ഷൻ തീർക്കാൻ വേണ്ടി വന്നതെന്ന് തോന്നുന്നു. അല്ലെങ്കിൽ നമ്മൾ അങ്ങനെ ആണല്ലോ, നമ്മൾ ഒരിടത്തും നേരത്തെ പോയ ചരിത്രമില്ലല്ലോ. പിന്നെ നല്ല ബാക്ക്ഗ്രൗണ്ടും നല്ല വെട്ടമൊക്കെ കണ്ട എനിക്ക് വീഡിയോ എടുക്കണം കേട്ടോ. അത് അതിന്റെ ഒരു രീതിയാണല്ലോ. പിന്നെ കുഞ്ഞുമണി ഇവിടെ ഉണ്ടായിരുന്നു. കുഞ്ഞുമണി ഞാനും കൂടി ഇരുന്ന് എന്തൊക്കെയോ സംസാരിക്കായിരുന്നു കേട്ടോ. പിന്നെ പാട്ടൊക്കെ ഇട്ടുകൊണ്ട് കുഞ്ഞുമണി ഇവിടെ നിന്ന് ഡാൻസ് കളിക്കായിരുന്നു. പിന്നെ അടുത്തതായിട്ടുള്ള നമ്മുടെ പരിപാടി ഫുഡ് അടിക്കലാണല്ലോ. അങ്ങനെ ഇവിടെ നല്ല വിഭവസമൃദ്ധമായ ഫ്രൈഡ് റൈസും ചിക്കൻ കറി സാലഡൊക്കെ ആയിരുന്നേ. അങ്ങനെ ഇവിടെ നമ്മൾ എടുത്ത് കഴിക്കാനായിട്ട് ഇരുന്നിട്ടുണ്ട്. ഓൾറെഡി ഇവരൊക്കെ കഴിച്ചു തുടങ്ങി. ഞാൻ പിന്നെ വീഡിയോ എടുക്കണമെന്നുള്ളത് കൊണ്ട് അതൊക്കെ എടുത്തിട്ട് കഴിക്കാന്ന് വിചാരിച്ചു. കുഞ്ഞുമണിയുടെ ചിരി കണ്ടു ഗായ്സ്. ഞാനൊരു 2-3 വീഡിയോ വാരി കൊടുത്തു. അതിന്റെ ചിരിയാണ് കേട്ടോ. അങ്ങനെ ഞാനും കഴിക്കാൻ വേണ്ടി എടുത്തിട്ടുണ്ട് കേട്ടോ. ഫ്രണ്ട് ക്യാമറയിൽ എടുക്കുന്നതുകൊണ്ടാണ് കേട്ടോ ഇടത്തേക്കായി എനിക്ക് തോന്നുന്നത്. പിന്നെ എന്റെ അടുത്ത് കുഞ്ഞുമണി ഉണ്ട്. കുഞ്ഞുമണിക്കാണെങ്കിൽ വാരി കഴിക്കണമെന്നാണ് കേട്ടോ പറയുന്നത്. കുഞ്ഞുമണിക്ക് പിന്നെ നമ്മൾ കൊച്ചിലേ മുതൽ തനിയെ വാരി കഴിക്കാൻ ശീലിപ്പിച്ചതുകൊണ്ട് അവൾക്ക് പിന്നെ എവിടെ പോയാലും തനിയെ വാരി കഴിക്കണം. അതുകൊണ്ട് ഞാൻ പിന്നെ കുഞ്ഞൊരു പ്ലേറ്റിൽ കുറച്ച് ചോറിട്ടിട്ട് കുഞ്ഞുമണിക്ക് കൊടുത്തു കേട്ടോ. അങ്ങനെ കുഞ്ഞുമണി ഇവിടെ നിന്ന് കഴിക്കായിരുന്നു. പിന്നെ അതിനൊക്കെ ശേഷം ഐസ്ക്രീം ഉണ്ടായിരുന്നു കേട്ടോ. അങ്ങനെ അതും കൂടെ എടുത്തിട്ടുണ്ടായിരുന്നേ. പിന്നെ നമ്മൾ ഫുഡൊക്കെ കഴിച്ചിട്ട് നമ്മൾ നേരെ വെളിയിലോട്ട് ഇറങ്ങിയിട്ടപ്പോഴത്തേക്കും ഒരുവിധ ആൾക്കാരൊക്കെ പോയിട്ടുണ്ടായിരുന്നു. പിന്നെ ഞാനും ചേച്ചിയായിട്ട് കുറച്ച് സെൽഫി ഒക്കെ എടുക്കാൻ വേണ്ടിയിട്ട് വന്നിരിക്കുകയാണ് കേട്ടോ. അങ്ങനെ പിന്നെ എന്റെ ചേച്ചിയാണ് കേട്ടോ. പിന്നെ ഇത് ചേച്ചിയുടെ ഹസ്ബൻഡും പിന്നെ കയ്യിലുള്ള മോനുമാണേ. വീഡിയോ ആണെന്ന് ചേച്ചിയുടെ ഹായ് പറയുകയാണ് കേട്ടോ. പിന്നെ എന്റെ ചിരിയൊക്കെ ആയിരുന്നു. ഞങ്ങൾ വീഡിയോ ഫോട്ടോസൊക്കെ എടുക്കുന്ന സമയം കൊണ്ട് അമ്മ കുഞ്ഞുമണിയും പിടിച്ചോണ്ട് ഇവിടേക്കാണ് കേട്ടോ. കുഞ്ഞുമണിക്ക് 2 ബലൂണൊക്കെ അവിടെ നിന്ന് കിട്ടിയിട്ടുണ്ടായിരുന്നേ. അപ്പോൾ ഇന്നത്തെ ഒരു കുഞ്ഞു വ്ലോഗ് ഇതൊക്കെയായിരുന്നേ. അപ്പോൾ ചാനൽ കാണുന്ന എല്ലാ കൂട്ടുകാരും ചാനൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്ത് സപ്പോർട്ട് ചെയ്യണേ. അപ്പോൾ നാളെ അടുത്തൊരു വീഡിയോ ആയിട്ട് വരാൻ.